ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ നോമ്പ് തുറന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ കണ്ടന്റ് അതാണ്. ഞങ്ങൾ പത്തിരിയൊക്കെ ഒന്ന് പരത്താണ്. നെയ്സ് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നെയ്സ് പത്തിരിയാണ് കേട്ടോ. ഞങ്ങള് കുറച്ച് പേരുള്ളൂ കേട്ടോ. നമ്മളെ ബിരിയാണി മസാല ഉണ്ടാക്കുക കേട്ടോ. ബിരിയാണി മസാല തീർന്നെങ്കിൽ അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ ബിരിയാണി മസാല ഒക്കെ ഒന്ന് ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ജാതിക്ക, ജാതിപത്രി, ഏലക്കായ, കറാമ്പട്ട, കറാമ്പൂവ്, പിന്നെ നക്ഷത്രം പോലത്തെ സാധനമില്ല, അത് ഇതെല്ലാം കൂടെ ഒന്ന് വറക്കട്ടിട്ടോ. ഈ പെരുംജീരകം, ജാതിരകൊക്കെയാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കട്ടോ. അത് വറുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പൊടിച്ചെടുക്കാണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ അതിൽ പൊടിച്ച് വെച്ചത് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് ആ ചീനിച്ചട്ടിയിൽ തന്നെ ഒന്ന് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് സമൂസക്ക് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. അപ്പൊ വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഒന്ന് താളിച്ച് പച്ചമണം പോകുന്ന ഒന്ന് താളിച്ചെടുക്കട്ടോ. അതിലോട്ട് ഉള്ളിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഇതിന് വേഗം വാടി വരുന്നതിന് വേണ്ടി ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മളെ ഉള്ളി വേഗം നമുക്ക് വാടി കിട്ടും കേട്ടോ. ഒരു പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചതാണ്. അപ്പൊ അതും കൂടെ അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി മസാല ഇട്ടത്. ഇപ്പൊ നമ്മള് ഉണ്ടാക്കിയ ബിരിയാണി മസാലയാണ്. ഇനി കറി മസാല എന്നും പറയും. അതൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് ചപ്പും കരിവേപ്പും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ അതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടോ. നമുക്ക് ചിക്കൻ പൊടിച്ച് വെച്ചതാട്ടത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ കറക്കം. അപ്പോൾ നേരത്താണ് പൊടിഞ്ഞിട്ടത്. നമുക്ക് അതും കൂടെ ഒന്ന് അത് ചേർത്തി കൊടുക്കാം. നമ്മ സമൂസന്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ട് നമുക്കതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുള്ള പത്തിരി ഉണ്ടാക്കണ്ടേ, അതിന് മൈദ ഒരു ഉപ്പിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. ലേശം നെയ്യും ഉപ്പും ഇട്ടിട്ട് വേണം അതിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് നെയ്യും ചേർത്ത് അതിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ അത് കുഴച്ചിട്ട് നമുക്കത് പരത്തണം.
സമൂസ നമുക്ക് നിറച്ചെടുക്കാം. നമുക്കൊന്ന് തരി കാച്ചെടുക്കാം കേട്ടോ. നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങൾ അതൊക്കെ കേട്ടോ. നമ്മൾ അന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ കേട്ടോ. ഇപ്പൊ പഞ്ചസാര ഇട്ട് ഏലക്കും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചതാ കേട്ടോ. അതൊരു 1/2 സ്പൂൺ ഇട്ട് അതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഒരു നുള്ളി ഉപ്പിട്ടിട്ട് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര ഇട്ടെടുക്കുക. നമ്മൾ തരിയുടെ ഇട്ടെടുക്കാന് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് നോക്കിക്കണം, അല്ല ആ തരിയൊക്കെ കൂടെ കൊഴുപ്പായി പോകും. അപ്പൊ തരി അവിടെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് ഉള്ളി ഇട്ടെടുക്കാം. ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ, അതരിഞ്ഞത്. അപ്പൊ ഉള്ളി ഒന്ന് വഴഞ്ഞ് വെക്കെ. ഇതിലോട്ട് ഒരു മുന്തിരിയാണ് ഇട്ടിടുന്നത്. അണ്ടി ഇടുന്നില്ല, അണ്ടി ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല, അതൊക്കെ തരിന്ന് എടുത്ത് ഒഴിവാക്കിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുന്തിരി മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് വഴറ്റി നമ്മളെ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒന്ന് തരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്താ മണം! നമ്മളെ ചുവന്നുള്ളി നെയ്യിൽ വഴറ്റിയപ്പോഴാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് കുടിക്കാൻ തോന്നിപ്പോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോമ്പ് തുറന്നാലേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ തരി ഇവിടെ റെഡിയായി. സമൂസ ഒന്ന് വെച്ചെടുക്കാം. നമ്മൾ സമൂസ ഇവിടെ പൊരിച്ചു കഴിഞ്ഞ് നമുക്ക് ചിക്കൻ കറി കേട്ടോ. ചിക്കൻ കറി നെയ്സ് പത്തിരിയാണ് കേട്ടോ. ഇതാണ് നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങൾ.